ഈ കാണുന്ന സ്ഥലം ആലപ്പുഴയും പാലക്കാടും ഒന്നുമല്ല, നമ്മുടെ സ്വന്തം കൊല്ലം പരവൂരാണ്. കൊല്ലം ട്രിവാൻഡ്രമുള്ള എത്ര പേർക്ക് ഇങ്ങനൊരു വാട്ടർ സ്പോട്ട് ഉണ്ടെന്നുള്ള കാര്യം അറിയാം? സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒരു വൺ ഡേ ട്രിപ്പ് അടിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് മാംഗ്രോവ് ഫോറസ്റ്റ്. ലൊക്കേഷൻ ഇട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ ഒരുപാട് ഏജൻസി കാര്യങ്ങളും ഉണ്ട്. അതിൽ ഞങ്ങൾ ചൂസ് ചെയ്തത് സരോമയ എന്ന ഏജൻസി ആയിരുന്നു. അവർക്ക് കൺട്രി ബോട്ട്, സ്പീഡ് ബോട്ട്, കയാക്കിംഗ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ കൺട്രി ബോട്ടാണ് സെലക്ട് ചെയ്തത്. കൺട്രി ബോട്ടിലാണ് 4 കിലോമീറ്റർ 2 അവർ നമുക്ക് ട്രാവൽ ചെയ്യാം. നമ്മളെ കൊണ്ടുപോയ അങ്കിള് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഈ 2 അവർ ട്രാവലിൽ നമുക്ക് കാണാനായിട്ട് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്ട് ഈ ഒരു വ്യൂ ആണ്. കുറച്ച് അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഈ വേരുകളൊക്കെ കുറച്ച് താന്നിറങ്ങി കിടക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുനിഞ്ഞും നൂന്നും ഒക്കെയാണ് പോകുന്നത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. പിന്നെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 ടണലാണ്. ഒരു കുഞ്ഞു ടണലുണ്ട്, ഒരു വലിയ ടണലുണ്ട്. ഈ ചുറ്റപ്പെട്ട് കിടക്കുന്ന കായലിന് നടുവിൽ നമുക്ക് കൺട്രി ബോട്ട്, സ്പീഡ് ബോട്ട്, ബനാന റൈഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിനെയാണ് എനിക്ക് മിസ് ചെയ്തത്. നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായി. ഏരിയയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു മാർക്കറ്റ് പോലെ കരിക്കും വെള്ളം, പിന്നെ ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിൾ, നെല്ലിക്ക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമുക്ക് ആ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് എൻജോയ് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ സാധിക്കും. എൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയില്ല. ഞങ്ങളുടെ അമ്മയ്ക്ക് വെള്ളം ഭയങ്കര പേടിയായതുകൊണ്ട് ഇങ്ങനൊരു വാട്ടർ റൈഡിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കേ പുള്ളിയുടെ മുഖമൊക്കെ ഒന്ന് ചുളുങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ വലിച്ചു പിടിച്ചാണ് അമ്മേനെ കൊണ്ടുപോയത്. കഴിഞ്ഞ ഒരു 4-4.5 കൊല്ലമായിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് എങ്ങും പോയിട്ടില്ല. ഞാനുള്ളപ്പോൾ അച്ഛനില്ല, അച്ഛനുള്ളപ്പോൾ ഞാനില്ല. ഞങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോൾ എന്തെങ്കിലും വലിയ ഹോസ്പിറ്റൽ ഇഷ്യൂ ഒക്കെ കയറി വരും. അതുകൊണ്ട് ഈ ട്രിപ്പ് ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് കയാക്കിംഗ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഏജൻസിയിലെ ചേട്ടൻ ഞങ്ങൾക്ക് അത്യാവശ്യം കാര്യമായിട്ട് തന്നെ എങ്ങനെയാണ് കയാക്കിംഗ് ചെയ്യുന്നതെന്ന് ഒരു ചെറിയൊരു ക്ലാസ് എടുത്ത് തന്നു. അവർക്കൊരു ചെറിയ പോണ്ടും പിന്നെ നമ്മുടെ ഈ കായലും ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞ കായലിൽ പോയാൽ മതിയെന്ന്. കയാക്കിംഗ് ഒക്കെ ഞങ്ങൾക്ക് പണ്ടേ അറിയാം എന്ന രീതിയിൽ ഞാനും അതുകൂടെ കാര്യമായിട്ട് തുഴയുന്നുണ്ടാവും. ഞങ്ങളുടെ തുഴച്ചിലിൻ്റെ കൂടുതൽ കൊണ്ടാവാം ഞങ്ങൾ അവിടെ ഒരു കാടിനിടയ്ക്ക് പോയി സ്റ്റക്കായിട്ട് ഇരുന്നു പോയി. ബ്രില്യൻ്റ് ആയിട്ടുള്ള കയാക്കിംഗ് കണ്ടിട്ട് കാറ്റും വെള്ളമെല്ലാം ഞങ്ങൾക്ക് എതിരായിരുന്നു. പിന്നെ ആ ഒരു കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ആ പുള്ളി നേരിട്ട് അവതരിക്കേണ്ടി വന്നു. അതിനുശേഷം ഞങ്ങൾ നല്ല സൂപ്പറായിട്ട് തുഴഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മടുത്തു. പണ്ടേ എനിക്ക് ഈ പരിപാടിയൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അവൾ കാര്യമായിട്ട് തുഴയുന്നുണ്ടായിരുന്നു. ശരിക്കും നല്ലൊരു ട്രിപ്പായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ സർവീസും കാര്യങ്ങളൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ മെൻഷൻ ചെയ്യാം.